Hello, Miss. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാരിലേക്കും മെസ്സേജ് എത്തിയായിരുന്നോ? ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് രാത്രി പി ജിയുടെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അതില്ലാന്ന് വിചാരിക്കണ്ട. പി ജി ക്ലാസ്സസ് ദയർ അശ്വിനി മിസ് ആയിരിക്കും എടുക്കുന്നത്. സോ പ്ലീസ് കൺവേ ദ മെസ്സേജ് ടു അതേഴ്സ്. ആരെങ്കിലും കയറാതൊക്കെ ഉണ്ടെങ്കിൽ സോ ഹോപ്പ്ഫുള്ളി വി ക്യാൻ മീറ്റ് ഓൺ സാറ്റർഡേ. നമുക്ക് പ്രെയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രെയർ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. പ്ലീസ് ആരുമില്ലേ? പ്രെയർ ആരുമില്ലേ? അല്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രെയറിനോട് കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോ പ്രോബ്ലം. പ്രെയർ ചെയ്യാം മിസ്സേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപിൽ ഈരാനണിഞ്ഞ മിഴികളുടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂവിനായി ജീവൻ വെടിഞ്ഞൊരു മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളുടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. ഓക്കെ, ഞാൻ നൈറ്റിൽ എടുക്കാം. അങ്ങനെയാകുമ്പോ കുറച്ചുപേരൊക്കെ കയറുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു നിവൃത്തി ഇല്ലാത്തൊരവസ്ഥ, സിറ്റുവേഷൻ ആയിപ്പോയി നൈറ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എല്ലാവരിലേക്കും മെസ്സേജ് എത്തിയോന്ന് തന്നെ ഒരു സംശയം വന്നു അല്ലെ. ലൈക്ക് ഞാൻ ഇന്ന് മോർണിംഗ് വന്ന് അതൊക്കെ ശരിയാക്കാം എന്നൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ എനിക്ക് ഈവനിങ് പോവേണ്ടതുണ്ട്, അതാണ്. ഓക്കെ ഫൈൻ. എനിവേ പ്ലീസ് കയറാത്തവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യൂ. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ നേരിട്ട് വരുമ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. നോ പ്രോബ്ലം. നമുക്ക് മോഡ്യൂൾ 3 നിങ്ങൾ നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ PDF കാണാം അല്ലെ. അതിൽ കാര്യമായിട്ട് പറയാനായിട്ട് കുറെ ഡെമോൺസ്ട്രേഷൻസ് ആണ്. നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്ത് നോക്കിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്ത് നോക്കാം. ലൈക്ക് വാട്ടർ പോറിങ്, പിന്നെ പൾസസ്, ബീൻസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിലേക്ക് ഷെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പറയാം. മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയാൻ അവർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, സ്കൂൾ എന്ന് പറയാൻ ഇഷ്ടമല്ലായിരുന്നു. അതിന് പകരം ചിൽഡ്രൻസ് ഹൗസ്, സ്കൂളിന് അവർ ഉപയോഗിച്ചിരുന്ന വേർഡ്.
കാസാഡെ ബാമ്പിനി. ക്ലാസ് റൂമിന് അവര് മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ആ മോണ്ടിസോറി എൻവിയോൺമെന്റിലെ കാര്യങ്ങൾ അതാണ് ശരിക്കും മോഡ്യൂൾ 3 വരുന്ന പ്രാക്ടിക്കൽ സെഷൻ. ആ എൻവിയോൺമെന്റിൽ കുട്ടികൾ എങ്ങനെയാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസ് മറിയാം മോണ്ടിസോറി അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് മോഡ്യൂൾ 3 വരുന്നത്. നോക്കുമ്പോൾ കുറേ ഉണ്ട് വായിക്കാൻ. അത് പതുക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കൂ. പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിലുണ്ട്. അപ്പാരറ്റസ് റെക്കോർഡ് നിങ്ങൾ എല്ലാവരും എഴുതി തുടങ്ങി. കുറെ പിക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചിലത് നമ്മൾ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പിന്നീട് പേസ്റ്റ് ചെയ്യുകയൊക്കെ വേണം. പക്ഷെ എന്നിരുന്നാലും ഓരോ മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ്, മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചിട്ട്. ഓക്കെ, ഈ എൻവിയോൺമെന്റ് മറിയാം മോണ്ടിസോറി ചിൽഡ്രൻസ് ഹൗസ്, അതായത് നമ്മൾക്ക് എളുപ്പത്തിൽ നമ്മളൊന്ന് സ്കൂളിൽ നിന്ന് പറയുവാണെങ്കിൽ ആ സ്കൂളിലെ ക്ലാസ് റൂമുകളെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 ഏരിയ ആയിട്ടാണ് മറിയാം മോണ്ടിസോറി ക്ലാസ് റൂമിനെ ഡിസൈൻ ചെയ്തിരുന്നത്. അഞ്ച് ഏരിയയിലെ ഒന്നാമത്തെ ഏരിയ ആയിരുന്നു പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. റെക്കോർഡിൽ നമ്മൾ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നമുക്ക് ഏറ്റവും നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലെ കിച്ചൺ തന്നെയാണ്. കിച്ചണും ബാക്കി അല്ലാത്ത ഏരിയാസിലും എല്ലാം ഉണ്ട്. അപ്പൊ ഈ കിച്ചണിൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യുന്നത്, കണ്ടെയ്നേഴ്സിൽ കടല, പരിപ്പ്, പയറ് അതൊക്കെ എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് കൊണ്ടുവരുമ്പോൾ അത് ക്ലീൻ ചെയ്ത് അത് വൈപ്പ് ചെയ്ത് ഡ്രൈ ചെയ്ത് അത് ഓരോ ക്യാരി ബാഗിലാണെങ്കിൽ ക്യാരി ബാഗ്, കണ്ടെയ്നേഴ്സിലാണെങ്കിൽ കണ്ടെയ്നേഴ്സിലൊക്കെ വെച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമല്ലോ എല്ലാം അറേഞ്ച് ചെയ്തിട്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. പിന്നെ ചിലപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം സ്പിൽ ഔട്ട് ആയിട്ട് പോവാം. അത് ചെറിയ ചെറിയ ക്ലോത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് യൂസ് ചെയ്തിട്ട് അത് വൈപ്പ് ചെയ്യാം. അതിന് വേണ്ടി തന്നെ പലപ്പോഴും പ്രാക്ടിക്കൽ ഏരിയയില് മോണ്ടിസോറി എൻവിയോൺമെന്റിലെ പ്രാക്ടിക്കൽ ഏരിയയില് നാപ്കിൻസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ ഏരിയയില് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടെന്ന് പറയുന്നല്ലോ, യൂറോപ്യൻസ് പൊതുവെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഇതുപോലുള്ള നാപ്കിൻസ് വേണം. അപ്പൊ ഇങ്ങനെ ഫോൾഡ് ചെയ്ത നാപ്കിനെ അൺഫോൾഡ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ ബിബ് പോലെ കൊച്ചു കുട്ടികളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും. വലിയ ആൾക്കാർ അത് അവരുടെ ലാപ്പിൽ ഇരിക്കുമ്പോൾ മടിയിൽ ഇങ്ങനെ വെക്കും. എന്നിട്ടാണ് അവർ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ഡൈനിങ് ടേബിളിൽ നിറയെ ഇതുപോലുള്ള മോപ്പ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മീൻസ് മോപ്പ് അല്ല, ഇതുപോലുള്ള നാപ്കിൻസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിനെ അൺഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഈ ഫോൾഡിങ്ങും അൺഫോൾഡിങ്ങും ഒരു ആക്ടിവിറ്റിയാണ്. മോണ്ടിസോറി മെത്തേഡിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് നാപ്കിൻ ഫോൾഡിങ്, അൺഫോൾഡിങ്. അങ്ങനെ അത് കുട്ടികൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വന്തം ഡ്രസ്സ് അവർ ഫോൾഡ് ചെയ്ത് അവർ ഷെൽഫിൽ വെക്കും. അതൊരു പ്രാക്ടീസ് ആകും. പിന്നെ അതുകൂടാതെ നിറയെ മാറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ നമ്മുടെ ബാത്റൂമിലെ ഡോർമാറ്റിൽ ഇടുന്ന ആ ഒരു റഗ്, അങ്ങനെയുള്ള ചവിട്ടികൾ പോലത്തെ ഇല്ലേ, അത് നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സ് കൊണ്ടുള്ളതാണ് കൂടുതൽ നല്ല ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മാറ്റ് ആകുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പാടായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റിന് റോൾ ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. റോള് ചെയ്തിട്ട് ഈ മോണ്ടിസോറി എൻവിയോൺമെന്റ് അവിടെ എവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് ഈ മാറ്റ് എടുത്ത് അത് അൺറോൾ ചെയ്യും. ഇപ്പൊ ഈ റോളിങ് ആൻഡ് അൺറോളിങ്, നമ്മൾ നാപ്കിൻസ് ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് പറയുന്ന പോലെ തന്നെ റോളിങ് ആൻഡ് അൺറോളിങ്ങും ഒരു ആക്ടിവിറ്റിയാണ്. അവരവരുടെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യും. പക്ഷെ കുഞ്ഞു കുട്ടികൾ ചെറിയ വിരലായതുകൊണ്ട് ചിലപ്പോൾ വലിയ മാറ്റുകൾ 3 ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ അൺറോൾ ചെയ്യാന്ന് പറഞ്ഞാൽ മേ ബി അവർക്കൊരു ബുദ്ധിമുട്ട് വരാം. അപ്പൊ ചിലപ്പോൾ അവർ അവരുടെ എല്ലാ ഫിംഗേഴ്സും ഫുൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യും. നോ പ്രോബ്ലം, നോ ഇഷ്യൂ. അപ്പൊ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് മെറ്റീരിയൽസ് അവർ പോയി സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നു. അതിനു മുമ്പ് തന്നെ മാറ്റ് പോയി എടുത്തുകൊണ്ട് വന്ന് അൺറോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ മെറ്റീരിയൽസ് എന്നിട്ട് അതിന്റെ മുകളിൽ വെച്ചാണ് അവർ ചെയ്യുന്നത്. മെറ്റീരിയൽസ് നല്ല ഫൈൻ ആയിട്ടിരിക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൂടാതെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് ആക്ടിവിറ്റി അവർ ചെയ്യും. അപ്പൊ അവർക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ വരും, സെൽഫ് കൺട്രോൾ വരും, റെസ്പെക്ട് ടു ദ എൻവിയോൺമെന്റ്. ചുറ്റുപാടും അവർ ഓടി നടന്ന് ഒന്നും ചെയ്യില്ല, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതൊക്കെയാണ് മാറ്റിന്റെ ഒരു പ്രത്യേകത. അതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നിങ്ങൾക്ക് വരുന്നതാണ് ഡ്രസ്സിംഗ് ഫ്രെയിം. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നെക്സ്റ്റ് ഇവർക്ക് സെൻസോറിയൽ ഏരിയ ആണ്. ഈ സെൻസോറിയൽ ഏരിയയിൽ സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. 5 സെൻസസ് ആണ് അതിൽ വരുന്നത്. ഈ അറിയാലോ 5 സെൻസസ്. ഈ 5 സെൻസസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കുറെ മെറ്റീരിയൽസ് ആണ് സെൻസോറിയൽ ഏരിയയിൽ വരുന്നത്.
അപ്പൊ അതിൽ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നോബ്ഡ് സിലിണ്ടർ, നോബ്ലെസ് സിലിണ്ടർ, പിന്നെ ടച്ച് ടാബ്ലറ്റ്സ് അല്ലെ, ടച്ച് ടാബ്ലറ്റ്സ്, പിന്നെ ടച്ച് ഫാബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലോത്ത് കളക്ട് ചെയ്യാം. അത് സിന്തറ്റിക് ക്ലോത്ത്സ് അല്ല, നാച്ചുറൽ ഫൈബേഴ്സ് അടങ്ങുന്ന ക്ലോത്ത്സ്, കോട്ടൺ, ജൂട്ട്, സിൽക്ക് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം വരും ഇതിനകത്ത്. അങ്ങനെ കുറെ കാര്യങ്ങൾ, ടച്ച് ഫാബ്രിക്സും കാര്യങ്ങളും ഇതൊക്കെ വരും. അതൊക്കെ നമ്മൾക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന പല മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ പലതാണ് നമ്മൾ ചെയ്ത സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, ഡ്രസ്സിംഗ് ഫ്രെയിംസും നിങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിങ്ക് ടവറിന്റെ ഒരു റിപ്ലിക്കാണ് ചെയ്തത്. നോട്ട് എക്സാക്ട്ലി പിങ്ക് ടവർ, നമ്മൾ ഉണ്ടാക്കിയത് എക്സാക്ട്ലി പിങ്ക് ടവർ അല്ലല്ലോ, ചാർട്ട് പേപ്പർ വെച്ചിട്ടല്ലേ ചെയ്തത്. അത് ശരിക്കും വുഡൻ ബ്ലോക്സ് ആണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. അങ്ങനെ പലത്. അതുപോലെ തന്നെ ബ്രൗൺ സ്റ്റിയേഴ്സും ചിലർ ഇതുപോലെ തന്നെ ബ്രൗൺ കളറിൽ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. യെസ് പ്ലീസ്. ആരായിരുന്നു? ഓക്കെ. അപ്പൊ ഇതെല്ലാം നമുക്ക് സെൻസോറിയൽ ഏരിയയിൽ വരുന്നുണ്ട് പിങ്ക് ടവർ. കാരണം അവിടെ എന്താ, ഇതിന്റെ സൈസസ്, വെയിറ്റ്, ഡയമെൻഷൻസ് മനസ്സിലാകുന്നു. അത് ടച്ച് ചെയ്ത് നോക്കുമ്പോ അങ്ങനെയുള്ള പലതും മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. നീളം കൂടിയത്, നീളം കുറഞ്ഞത്, സ്മോൾ, ലാർജ്, വെയിറ്റ് ഉള്ളത്, വെയിറ്റ് ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് പകരമാണ് അവരുടെ സെൻസസ് യൂസ് ചെയ്ത് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ സെൻസോറിയൽ ഏരിയയിൽ നമ്മള് ടച്ച്, ടാക്ടൈൽ സെൻസ്, കിനസ്തെറ്റിക് സെൻസ് പറഞ്ഞിട്ടില്ലായിരുന്നു, തൊട്ട് നോക്കി മനസ്സിലാകുന്നത്. അപ്പൊ റഫ്, സ്മൂത്ത് അവര് തൊട്ട് നോക്കി മനസ്സിലാകും. ബ്രൗൺ സ്റ്റെയർസ് തന്നെ, ബ്രൗൺ സ്റ്റെയറിൽ പല ക്യൂബോയിഡ്സ് ഉണ്ടല്ലേ, പല വലിപ്പത്തിൽ വരുന്ന ക്യൂബോയിഡ്സ്. ഏറ്റവും വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതും എടുക്കുമ്പോൾ അവർക്ക് വെയിറ്റ് മനസ്സിലാകും. അങ്ങനെ സെൻസ് യൂസ് ചെയ്തിട്ടാണ് അവർ വെയിറ്റ് കൂടിയത്, വെയിറ്റ് കുറഞ്ഞത്, ലെങ്ത് കൂടിയത്, ലെങ്ത് കുറഞ്ഞത്. പിന്നെ നമുക്ക് നമ്പർ റോഡ്സ് ഉണ്ട്, നമ്പർ മനസ്സിലാക്കാൻ, കൗണ്ടിങ് മനസ്സിലാക്കാൻ, ഈവൻ നമ്പർ, ഓഡ് നമ്പർ മനസ്സിലാക്കാനായിട്ട്. ഈ നമ്പർ റോഡ്സ് തന്നെ നമുക്ക് ലാർജ് നമ്പർ റോഡ്സും ഉണ്ട്, സ്മോൾ നമ്പർ റോഡ്സും ഉണ്ട്. അതായത് വലിപ്പമുള്ള നമ്പർ റോഡ്സ്, അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ട് സ്മോൾ നമ്പർ റോഡ്സ് ഉണ്ട്. ഇതിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ്, സ്മോൾ എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. ഇനീഷ്യലി അവർക്ക് നമ്മൾ നമ്പേഴ്സും കൗണ്ടിങ്ങും അല്ല കൊടുക്കുന്നത്, അതിന് പകരം ലാർജ്, സ്മോൾ എന്നുള്ള കൺസെപ്റ്റ് നമ്പർ റോഡ്സിൽ കൊടുക്കും. പിന്നെ കളറിന്റെ വ്യത്യാസം, അതിൽ ബ്ലൂവും റെഡും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ കളർ ഡിഫറൻസ് ഇപ്പൊ 1 വയ്ക്കുമ്പോൾ ഒരു കളർ വന്നു, 2 വന്നപ്പോ എൻഡ് ചെയ്യുന്നത് ബ്ലൂ കളറിലായിരിക്കും, 3 എന്നുള്ളത് വരുമ്പോൾ എൻഡ് ചെയ്യുന്നത് 3 കളറിലായിരിക്കും. അപ്പൊ എൻഡ് ചെയ്യുന്നത് അനുസരിച്ച് കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 2 വന്നപ്പോ 4, 6 ഒരേ കളറിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. 1, 3, 5 ഒരേ കളറിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത് നമ്പർ റോഡ്സിൽ. അപ്പൊ ഓഡ് ഈവൻ എന്നുള്ള കൺസെപ്റ്റ് പറയാതെ തന്നെ കുട്ടികളിൽ വരും. ഓഡ് ഈവൻ എന്നുള്ള കൺസെപ്റ്റ് അവരിലേക്ക് കിട്ടും. അങ്ങനെ ഓരോ കൺസെപ്റ്റും ത്രൂ സെൻസസ്, ത്രൂ ചിലപ്പോൾ കളർ ആയിരിക്കും, ത്രൂ ചിലപ്പോൾ അതിന്റെ സൈസസ്, ഡയമെൻഷൻസ് വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ബോട്ടിൽസ് ഉണ്ട്. ബോട്ടിൽസ് നമുക്ക് നമ്മുടെ അവൈലബിൾ അല്ല, പക്ഷെ നിങ്ങൾക്ക് ബോട്ടിൽ ചെയ്യാവുന്നതാണ്. ഗ്ലാസ് ബോട്ടിൽസ്, ചെറിയ എത്രയും വലുപ്പമുള്ള ഗ്ലാസ് ബോട്ടിൽസ് എടുത്തിട്ട് നമുക്ക് പല ടെമ്പറേച്ചറിലുള്ള വെള്ളം, 4 ടൈപ്പ് ഗ്ലാസ് ബോട്ടിൽസ് ആണ് കേട്ടോ, പല ടെമ്പറേച്ചർ വെള്ളം, 8 ബോട്ടിൽസ് ഉണ്ടെങ്കിൽ 2 ബോട്ടിൽ ഒരേ ടെമ്പറേച്ചർ വെള്ളം, അങ്ങനെ പെയർ ആയിട്ട് ഒരേ ടെമ്പറേച്ചർ വെള്ളം വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഒരേ ടെമ്പറേച്ചർ വരുന്നതിൽ പെയർ ചെയ്യിക്കാം. ടച്ച് ടാബ്ലറ്റ്സും അതാണ്, ഒരേ പോലത്തെ ടെക്സ്ചർ, ആ ഒരു ടച്ച് ചെയ്യുമ്പോൾ റഫ്നെസ് വരുന്നതിന് പെയർ ചെയ്യിക്കാം. ആ രീതിയിലാണ് ടച്ച് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് സെൻസറി ഏരിയയിൽ വരുന്നത്. ഇത് നമ്മളൊരു വീഡിയോ കാണുന്നതിനേക്കാളും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ടാക്കാനായിട്ട് വേണമെങ്കിൽ ടച്ച് ടാബ്ലറ്റ്സിൽ അങ്ങനെ ഇതുപോലെ പല ടെക്സ്ചറിലുള്ള, റഫ്നെസ്സിലുള്ള സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു A4 ഷീറ്റ് 15-20 രൂപ എന്തുവാണ് സാൻഡ് പേപ്പറിന്. അതിന് ഈക്വൽ ആയിട്ട് 4 പീസോ 6 പീസോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരേപോലത്തെ ടെക്സ്ചറിൽ 4 എണ്ണം കിട്ടും. അങ്ങനെ 4 ടൈപ്പ് റഫ്നെസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ടിയുള്ള ഒരു ബോർഡിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് എന്താ പറയാ, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യിച്ചിട്ട് അവരെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ സെൻസോറിയൽ ഏരിയയിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, ലൈക്ക് സ്പൈസസിന്റെ നല്ല എന്താ പറയാ തീക്ഷ്ണമായിട്ടുള്ള ഒരു
ഫ്രാഗ്രൻസ് ആണല്ലേ വരുന്നത്, അതിന്റെ ഒരു അരോമ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. പിന്നെ അതുപോലെ ഏതെങ്കിലും ഫ്ലവേഴ്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിന്റെ ഉള്ളിലിട്ടിട്ട്, സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിന്റെ അടപ്പിന് ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ടാവും. നമ്മളുടെ ഈ പെപ്പർ സോൾട്ട് അങ്ങനെ സ്പ്രേ ചെയ്യില്ലേ നമ്മൾ ഡൈനിങ് ടേബിൾ വെക്കുന്നത്, അതുപോലത്തെ ബോട്ടിൽസ് ആയിരിക്കും. അപ്പൊ ഇത് അതിലിട്ടിട്ട് ഓപ്പൺ ചെയ്യാനും അടയ്ക്കാനൊക്കെ പറ്റുന്ന സിലിണ്ടർ ആണത്? അതെ അതെ, നമുക്ക് ഫില്ല് ചെയ്യാലോ. നമ്മളുടെ കയ്യിലുള്ള സിലിണ്ടേഴ്സ് എല്ലാം എം ടി ആണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് അതിൽ ഓരോന്നിട്ടിട്ട് അവർക്ക് അത് സ്മെല്ല് ചെയ്യിക്കുന്നത്. പിന്നെ സൗണ്ട് സിലിണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇതുപോലെ പല മെറ്റീരിയൽസ്, ഇപ്പം നമുക്കറിയാം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസ് ഫൈൻ ആയിട്ടുള്ളതുണ്ട്, കുറച്ചും കൂടെ പാർട്ടിക്കിൾസ് ഉള്ളത് ഗ്രാനൂൾസ് പോലെ ടൈപ്പ് സാൻഡ് നമുക്ക് കിട്ടും അല്ലെ. അങ്ങനെ പല ടൈപ്പ് സാൻഡ് ഇട്ടിട്ട് നമുക്ക് കേൾപ്പിക്കാം, ബട്ടൺ ഇട്ടിട്ട് സൗണ്ട് കേൾപ്പിക്കാം. അങ്ങനെ പല രീതിയിലും സൗണ്ട്സ് കുട്ടികളെ കേൾപ്പിക്കാനായിട്ട് പറ്റും സൗണ്ട് സിലിണ്ടേഴ്സിൽ. അപ്പൊ അങ്ങനെ സൗണ്ട് സിലിണ്ടേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഇതുപോലെ ടച്ച് ടാബ്ലറ്റ്സ് എല്ലാം പറഞ്ഞല്ലോ. ഇത് ആണ് സെൻസോറിയൽ ഏരിയയിൽ നമ്മുടെ ഈ 5 സെൻസസ് കളർ ടാബ്ലറ്റ്സ്, കളർ, ക്രോമാറ്റിക് സെൻസ്, അത് അവർക്ക് നല്ല രീതിയിൽ. ഇതിന്റെ എർഗോണമിക് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ്സ് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള സെൻസസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മള് അതായത് കാണുന്നില്ല, കേൾക്കുന്നില്ല, സ്മെല് ചെയ്യുന്നില്ല, ടേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ചുമ്മാ ടച്ച് മാത്രം ഒറ്റ സെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അത്. അങ്ങനെ പല രീതിയിൽ ഇവരുടെ സെൻസസിനെ ആക്ടിവേറ്റ് ആക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് സെൻസോറി ഏരിയ. ഈ ലാംഗ്വേജ് ഏരിയ വരുമ്പോൾ, ലാംഗ്വേജ് ഏരിയയിൽ നമുക്ക് റൈറ്റിംഗ്, റീഡിങ് അല്ലെ. ഈ റൈറ്റിംഗ് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ആൽഫബറ്റ്സ് ഫെമിലറൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ സാധാരണ ടീച്ചർമാര് ബോർഡിൽ പോയി എഴുതുന്നു, കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നു അല്ലെ, അതവിടെ ഫിക്സ്ഡ് ആണ്, ആ ബോർഡിലാണ്, ടീച്ചറാണ് എഴുതുന്നത് അല്ലെ. കുട്ടിയുടെ കാണല് മാത്രമേ ഉള്ളൂ. ലാംഗ്വേജ് ഏരിയ അങ്ങനെ കണ്ടുപിടിക്കാനുള്ളതല്ല എന്ന് പറയുന്നത്. അതും ഇതുപോലെ ത്രൂ ആക്ടിവിറ്റീസിലൂടെ ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് എഴുതുമ്പോൾ ഈ 3 ഫിംഗേഴ്സ് ആണ് ഇവരുടെ ആക്റ്റീവ് ആകുന്നത്. ഈ 3 ഫിംഗേഴ്സിന്റെ മസിൽസ് ഇവർക്ക് നല്ലപോലെ ഡെവലപ്പായി വരണം. ഫിംഗേഴ്സിലെ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ മസിൽസ് ആണ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് വരുന്നത്. അപ്പൊ ഇത് നല്ലപോലെ വർക്കാണ്. അപ്പൊ ഈ ഫിംഗേഴ്സ് നല്ലപോലെ ആക്റ്റീവ് ആണ് അല്ലെ. നമ്മുടെ ഈ ഫോൾഡിങ്, അൺഫോൾഡിങ്, റോളിങ്, അൺറോളിങ് എല്ലാം ഈ ഫിംഗേഴ്സ് നല്ലപോലെ വർക്ക് ചെയ്യും. അപ്പൊ റൈറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് എഴുതാനായിട്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറഞ്ഞു വരും. നമ്മൾക്ക് ശരിക്കും എഴുതുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരാം, കർവ്ഡ് ലൈൻസ് വരാം, ഇതിന്റെ മിക്സും വരാം അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പല പല ഷേപ്പില് സ്ട്രെയിറ്റ് ലൈൻസിന്റെ ബോർഡ് ഉണ്ട്, കർവ്ഡ് ലൈൻസിന്റെ ബോർഡ് ഉണ്ട്, പിന്നെ ട്രീയുടെ ഷേപ്പ് ഉള്ളതുണ്ട്, വീടിന്റെ ഷേപ്പ് ഉള്ളതുണ്ട്. എന്നിട്ട് ഈ നമുക്കിപ്പോ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ഒരു സ്റ്റൈലസ്, ഒരു പേന പോലത്തെ ഉടനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്യാപ്പിലൂടെ നമ്മളിങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് അവർക്കടെ ഈ കൈ എങ്ങനെ മൂവ് ചെയ്ത് ആ പെൻ പിടിക്കുന്നത് വരും, ഇങ്ങനെ മൂവ് ചെയ്ത് അവർക്കത് നല്ല രീതിയിൽ അത് ആ ഒരു പ്രാക്ടീസ് കിട്ടും. അപ്പൊ എഴുതാൻ, ലെറ്റേഴ്സ് എഴുതാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്പേഴ്സ് എഴുതാൻ പോകുന്നതിന് മുമ്പ് ഈ പ്രീ റൈറ്റിംഗ് ബോർഡിൽ പ്രാക്ടീസ് ചെയ്ത് അവര് മസിൽസ് നല്ലപോലെ ഫ്ലെക്സിബിൾ ആകണം. ഇനി എഴുതാൻ പോവാണല്ലോ. പിന്നെ പറഞ്ഞു, ടീച്ചർ ഓൾറെഡി എഴുതി, കുട്ടി കാണുന്നേ ഉള്ളൂ. കുട്ടിയുടെ കയ്യിലൂടെ ആൽഫബറ്റ്സ് പോയാൽ എളുപ്പമല്ലേ. നമ്മള് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തു, ആ ഒരു ലെറ്ററിന്റെ ഒരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി ആ ലെറ്ററിലൂടെ ട്രേസ് ചെയ്യും. ബോർഡിൽ പോയി ട്രേസ് ചെയ്യാൻ എന്തായാലുള്ള ഫ്രീഡം കുട്ടിക്കില്ല സാധാരണ ഒരു ക്ലാസ് റൂമിൽ. അപ്പൊ കുട്ടികൾ ആദ്യം ഈ സാൻഡ് പേപ്പറിലൂടെ ട്രേസ് ചെയ്യുമ്പോൾ അതിന് ഈ റഫ്നെസ് ഉള്ളത് കാരണം സാൻഡ് പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചില റഫ്നെസ് കൂടിയിട്ട് കുട്ടികളുടെ കുഞ്ഞു വിരലുകളല്ലേ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ രീതിയിൽ റഫ്നെസ് വരുന്ന സാൻഡ് പേപ്പർ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം ഇവര് ട്രേസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഇമേജ് ഇവരുടെ ബ്രെയിനിലേക്ക് ചെല്ലും. അപ്പൊ ഇത് ഇവര് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. പേപ്പറുകളിലേക്കോ അവർക്ക് എന്താണോ എഴുതാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഇവർ എഴുതാനായിട്ട് തുടങ്ങും. ഇവരുടെ ആ മനസ്സിലുള്ള ഇമേജിനെ അവർ എഴുതി വെക്കും. അത് ശരിക്കും എഴുതാൻ തുടങ്ങുന്ന കുട്ടികൾ ആദ്യം പറയണം, ഞാൻ വരച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. അവർക്ക് വരാന്നുള്ള കൺസെപ്റ്റ് അപ്പൊ വരുന്നത്, ഡ്രോയിങ് എന്നുള്ള ഒരു പ്രോസസ്സാണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. നമുക്ക് മൂവബിൾ ആൽഫബറ്റ്സ് ഉണ്ട്. മൂവബിൾ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല. ഇത് കുട്ടികൾക്ക് കയ്യിൽ കൊണ്ട് നടക്കാം. അവരോടൊരു വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് CAT ക്യാറ്റ് അവർക്ക് ചെയ്യണം. അപ്പൊ സി എന്നുള്ള ലെറ്റർ എടുക്കാം. എല്ലാം മൂവബിൾ ആണല്ലോ. സി എന്നുള്ള ലെറ്റർ എടുക്കുന്നു,
എ എന്നുള്ള ലെറ്റർ എടുക്കുന്നു, ടി എന്നുള്ള ലെറ്റർ എടുക്കുന്നു. അങ്ങനെ മൂവബിൾ ആൽഫബറ്റ്സ് ഉള്ളത് കാരണം അവർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി അഥവാ അതിലൊരു ലെറ്റർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് മാറ്റിയിട്ട് അത് കറക്റ്റ് ആക്കാം. അതാണ് മൂവബിൾ ആൽഫബറ്റ്സിന്റെ ഒരു ഗുണം. ഇനി ഈ മൂവബിൾ ആൽഫബറ്റ്സ് നമുക്കൊരു ബോക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പല കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, 26, 27 സംതിങ് കമ്പാർട്ട്മെന്റ്സ്. ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോ ആൽഫബറ്റിലും 10 നമ്പേഴ്സ് എങ്കിലും കാണും. അപ്പൊ നമുക്കൊരു കുറച്ചധികം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില ലെറ്റേഴ്സ്, ചില ആൽഫബറ്റ്സ് ഒരേ കളറും ചിലത് വേറെ കളറും, അങ്ങനെ റെഡും പിങ്കും, ആ ഒരു റെഡും ബ്ലൂവും ആ ഒരു രീതിയിൽ, ഇത് പിങ്കിഷ് റെഡ് ആണ് കേട്ടോ, ആ ഒരു രീതിയിലാണ് ആൽഫബറ്റ്സ് വരുന്നത്. കുട്ടികൾക്ക് നമ്മളത് ഇത് നമ്മളുണ്ടാകും ടീച്ചറെ, എന്തോ ആൽഫബറ്റ്സ് ആൽഫബറ്റ്സ് അല്ല, നമ്മളുടെ അടുത്ത് ഈ സാൻഡ് പേപ്പറിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മൂവബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലേ, അതും ഉണ്ടാക്കണോ ചോദിക്കുക കട്ട് ചെയ്തിട്ട്. അത് നിങ്ങക്ക് പിങ്കും റെഡും ബ്ലൂവും ആക്കാൻ പാടല്ലേ? അത് എന്തുകൊണ്ടാക്കിയിട്ടുള്ളത്? വുഡനാണ്? അതൊരു വുഡനാണ്, ഒരു വുഡൻ പീസിലാണ് ഈ ഒരു കളറിൽ വരുന്നത്. അത് നമുക്കുണ്ടാ, മെറ്റീരിയൽ നമുക്കുണ്ട്. അത് വരുമ്പോ കാണിച്ചു തന്നില്ല ടീച്ചേഴ്സ്? കാണിച്ചു തന്നു. അല്ല, അത് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ചോദിക്കുക. ഇല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സാൻഡ് പേപ്പർ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ്, അത് ഇമ്പോർട്ടന്റും ആയതുകൊണ്ടാണ് നമ്മളത് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സാൻഡ് പേപ്പർ ആകുമ്പോൾ ഭയങ്കര കോസ്റ്റ് ഒന്നും നമുക്ക് കൊടുക്കേണ്ട വന്നില്ല. കട്ട് ചെയ്യുന്ന ഡിഫിക്കൽട്ടി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് പ്രാക്ടിക്കലി അവൈലബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ മൂവബിൾ ആൽഫബറ്റ്സിനകത്ത് ഈ വവൽസും കൺസണൻസും 2 കളറിലാണ്. വവൽസ് കൺസണൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇവർക്ക് കിട്ടും. ഇവര് പലതവണ വേർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാവും പല കളറിലെ ലെറ്റേഴ്സ് വരുന്നു. സോ അവരത് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. ഏത് ലെറ്റേഴ്സ് ഒക്കെയാണ് ഒരേ കളറിൽ വരുന്നത്. എ ഐ ഒ എടുത്ത് നോക്കുമ്പോൾ അത് ഒരേ കളറിലിരിക്കുന്നു. ആ ഒരു അത്രയും ലെറ്റേഴ്സ് മാത്രം, 5 ലെറ്റേഴ്സ് ഒരേ കളറിലിരിക്കുന്നു, ബാക്കിയെല്ലാം ഒരേ കളറിൽ. അപ്പൊ അവർക്ക് ആ ഒരു വവൽസ് കൺസണൻസ് ഉള്ള കൺസെപ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ട് അവരെ പഠിപ്പിക്കുവാണെങ്കിൽ അവരതിനനുസരിച്ച് ഓരോ ലെറ്ററും വെച്ച് ഓരോ വേർഡ് അവർ ക്രിയേറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ സെന്റൻസിന് മുമ്പ് തന്നെ സ്പ്ലിറ്റ് സെന്റൻസ് അവരുണ്ടാക്കും. ഡ്രിങ്ക് വാട്ടർ, ഓക്കെ, ആ രീതിയിൽ സ്പ്ലിറ്റ് സെന്റൻസ് ആയിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത്. സ്ട്രക്ചേർഡ് സെന്റൻസിന് മുമ്പ് സ്പ്ലിറ്റ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കും, ബട്ട് മീനിങ് ഫുൾ അല്ലെ. ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞ മീനിങ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ രീതിയിൽ വന്ന് പിന്നെയാണ് മീനിങ് ഫുൾ സെന്റൻസ് വരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതൊരു ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോഴും കുട്ടികൾക്ക് ബൈ പ്രോഡക്റ്റ് ബോണസ് ആയിട്ട് ഉണ്ടാകുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അത് ജനിച്ച ഉടനെ തന്നെ കുട്ടികൾ കേൾക്കുന്നു. ജനിച്ചതെന്നല്ല, അമ്മയുടെ വോമ്പിലുണ്ടായിരിക്കുമ്പോൾ തുടങ്ങിയ കുട്ടി പുറത്തുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന കുട്ടി ഇങ്ങനെ കേട്ട് 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 അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് റിപ്പീറ്റ് ചെയ്യുന്നു പലതും അല്ലെ. ചിലപ്പോ അനിമൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാം. കുറച്ചും ഏജ് ആകുമ്പോഴേക്കും അനിമൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് മാറ്റിയിട്ട് ആളുകൾ പറയുന്നത് അതുപോലെ പറഞ്ഞ്, ഈ തത്തകൾ പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ പറഞ്ഞവര് ആ ഒരു വോയിസ് മോഡുലേഷനിലൊക്കെ തന്നെ പറയാനായിട്ട് ഇവര് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആ ഒരു ഏതൊരു ഡെവലപ്മെന്റ് കുട്ടി ജനിച്ചപ്പോ തുടങ്ങി ആ കുട്ടി യൂസ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനീഷ്യലി ഒക്കെ അത് അതേപോലെ പറയാൻ നോക്കുമ്പോൾ വേറെ ശബ്ദങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ പിന്നെ പിന്നെ ആ ഒരു ഇത് കിട്ടും. ലാംഗ്വേജ് എത്രത്തോളം യൂസ് ചെയ്ത് പോകുന്നു അപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് കൊച്ചു കുട്ടികളാണെങ്കിൽ അവരോട് നല്ലപോലെ വർത്താനം പറഞ്ഞു വേണം നമ്മൾ ചെയ്യാൻ. മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്നവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പതുക്കെയാവുന്നൊക്കെ അങ്ങനെ പറയില്ലേ, കുട്ടികളെ ഇങ്ങനെ സംസാരിച്ച് കളിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് മറിയാ മോണ്ടിസോറി ഇത് തന്നെയാണ് പറയുന്നത്. എക്സ്പ്ലോഷൻ ആണ് റീഡിങ്ങും റൈറ്റിങ്ങും. നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമില്ല, തന്നെ വരും. അതിലെ റൈറ്റിംഗ് ആണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് റീഡിങ്. ഏതൊരു സ്കൂളിലെ പോലെയും മറിയാ മോണ്ടിസോറിക്കും പ്രഷർ ഉണ്ടായിരുന്നു ഫ്രം പാരന്റ്സ് സൈഡ്സ്. എന്തെങ്കിലും എഴുതിപ്പിക്കൂ, കുട്ടികളെ എഴുതിപ്പിക്കൂ, വായിപ്പിക്കൂ എന്നും പറഞ്ഞു. കുട്ടികളും പറഞ്ഞു ഞങ്ങൾക്ക് എഴുതണം, ഞങ്ങൾക്ക് വായിക്കണം. അങ്ങനെയാണ് ഈ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, മൂവബിൾ ആൽഫബറ്റ്സ്, അതുപോലെ വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, അങ്ങനെയുള്ളത് എല്ലാം ഡിസൈൻ ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ലാംഗ്വേജ് ഏരിയ അതാണ്. അവിടെ പ്രീ റൈറ്റിംഗ് ബോർഡ് ഉണ്ട്, എഴുതുന്നതിന് മുമ്പ് ഒരു പ്രാക്ടീസ് ആവുന്നു. പിന്നെ എക്സ്പ്ലോഷൻ പോലെയാണ് അവർക്ക് ഈ എന്താ പറയാ റീഡിങ്ങും റൈറ്റിങ്ങും വന്നത്. റൈറ്റിംഗ് ആദ്യം വന്നു, അതിന്റെ പുറകെ റീഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പിങ്ക് സ്കീം, ബ്ലൂ സ്കീം എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ സ്കീം.
ഈ അശ്വതി മിസ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ 3 സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കുട്ടി ആദ്യം ചെറിയ വേർഡ്സ് 3 ലെറ്റർ വേർഡ്സ് ആയിരിക്കും പഠിച്ചു വരും, പിന്നെ 4 ലെറ്റർ അങ്ങനെ കൊടുക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്പ്ലിറ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള സ്പ്ലിറ്റ് സെന്റൻസ് അവർ എഴുതാൻ തുടങ്ങും. 2 വേർഡ് ഒരുമിച്ച് ചേർന്ന് ബട്ട് ദർ ഈസ് മീനിങ്, ആ ഒരു രീതിയിൽ. പിന്നെ അത് കഴിയുമ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസുകൾ വരും. അങ്ങനെ ഓരോ ലെവല് വരും ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ. ഓക്കെ, നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഏരിയ. മാത്തമാറ്റിക്കൽ ഏരിയയിൽ നിങ്ങൾക്കറിയാം നമ്പേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്, ഫെമിലറൈസേഷൻ ഓഫ് നമ്പേഴ്സ്. നമ്മൾ 1 to 10 ആണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ അത് കഴിയുമ്പോഴേക്കും കൗണ്ടിങ് അവർ പഠിക്കണം. നമ്പർ ഐഡന്റിഫിക്കേഷനും കൗണ്ടിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് കഴിയുമ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആ ഒരു സെക്ഷനിലേക്ക് പോകും. അല്ലെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക് പോകും. ഇങ്ങനെ അപ്പൊ ഒരു കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് അഡീഷൻ അങ്ങനെയുള്ള അത് തുടങ്ങാനായിട്ട് പറ്റൂ. പിന്നെ ഇതിന് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ 4നും നമുക്ക് ബോർഡ്സ് ഉണ്ട്. ഒരു ബോർഡ് ഗെയിം പോലെയാണ് കുട്ടികൾ അത് ചെയ്യുന്നത്. അവർക്ക് ടേബിള് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അവരൊരു ബോർഡ് ഗെയിം ചെയ്യുന്ന പോലെ ഈ കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമുക്ക് ബീഡ്സും ഉണ്ട്, ബീഡ് സ്ട്രിങ് ഉണ്ട്, ലൂസ് ബീഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലൂസ് ബീഡ്സ് കുട്ടികൾ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാം, അതുകൊണ്ട് അത് കെയർ ചെയ്യണം. ലൂസ് ആയിട്ടുള്ള ബീഡ്സ് കുട്ടികൾക്ക് കൊടുക്കരുത്. മൂക്കിലും വായിലും ചെവിയിലൊക്കെ ഇടാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രിങ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തത്. മോണ്ടിസോറി മെറ്റീരിയലായി വന്ന സ്ട്രിങ് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആണ്. ഇച്ചിരി ലൂസായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ടൈറ്റ്ലി പാക്ഡ് ആണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ലൂസ്ലി പാക്ഡ് ആണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി നീക്കി കൗണ്ട് ചെയ്യാലോ. നിങ്ങൾ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അഡീഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അഡീഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മള് പേപ്പറുകളിൽ കുറച്ച് പേപ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ചാർട്ട് പേപ്പറിൽ, വൈറ്റ് ചാർട്ട് പേപ്പറിൽ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് 2+3 ആഡ് ചെയ്യണം. 2+3 എന്ന് എഴുതിയിട്ട് അതിന്റെ മുകളില്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ചാർട്ട് പേപ്പർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. 1 2 3 എന്ന് പറഞ്ഞിട്ട് 9 വരെയും കൊടുക്കുക. നെക്സ്റ്റ് അതുപോലെ തന്നെ 1 2 3 എന്ന് 9 2 സെറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോ 2 എന്നുള്ള ഒരു നമ്പറും ഒരു കാർഡും 3 എന്നുള്ള ഒരു കാർഡും എടുത്തിട്ട് ഒരുമിച്ച് അതിന്റെ ഇടയ്ക്ക് നമുക്ക് പ്ലസ് സിമ്പിൾ വേണം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വലിപ്പത്തിൽ ഒരു ചാർട്ട് പേപ്പറിൽ പ്ലസും ഇട്ടിട്ട് ഒരു ചെറിയൊരു കട്ടിയുള്ള ഒരു ബോർഡിൽ ഒട്ടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ അത് സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾ കുറെ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ സൈഡൊക്കെ മടങ്ങുമല്ലോ, അതിന്റെ എഡ്ജൊക്കെ അങ്ങോട്ട് ഫോൾഡ് ആയി പോകും. അപ്പൊ അത് നന്നാവില്ല. അപ്പൊ നമുക്ക് കുറെ ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ കാർഡിൽ വെക്കുക. അതിന്റെ മുകളില് ഓരോ നമ്പറിന്റെയും സിമ്പിൾസിന്റെ മുകളിൽ ഈ സെലോ ടേപ്പ് ഒട്ടിക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. വെള്ളം വീണൊന്നും നാശമാവില്ല. ഈക്വൽ ടു എന്നുള്ള സിമ്പിളും അതുപോലെ ഉണ്ടാക്കുക. ഇപ്പൊ 2+3 നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് 5 എന്നുള്ള ആൻസർ കിട്ടുന്നു അല്ലെ. അപ്പൊ അത് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാനായിട്ട് 2+3 കാണിച്ചു, ഈക്വൽ ടു വെച്ചു. അപ്പൊ 2 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൗണ്ടിങ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത കുട്ടിക്കാണ് 2 ബീഡ് കൗണ്ട് ചെയ്ത് ആ 2 എടുക്കാൻ പറ്റുള്ളൂ. 2ന്റെ അവിടെ അത് വെച്ചു. പിന്നെ പ്ലസ് സൈൻ 3യുടെ അവിടെ 3 കൗണ്ട് ചെയ്ത് 3 ബീഡ്സ് വരുന്ന സ്ട്രിങ് വെച്ചിട്ട് ഈക്വൽ ടു സൈൻ കഴിയുമ്പോൾ ഈ രണ്ടും കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യിക്കുക. അതായത് 2 എന്നുള്ള ബീഡ് സ്ട്രിങ് ഉണ്ട്, 1 2 എന്ന് കൗണ്ട് ചെയ്തിട്ട് രണ്ടാമത്തെ നമ്പറായ 3 വരുന്ന സ്ട്രിങ്ങിനെ 3 4 5 എന്ന് കൗണ്ട് ചെയ്യിക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള കൗണ്ടിങ് ചെയ്യിച്ചിട്ട് 5 കിട്ടുമ്പോൾ 5 കൗണ്ട് വരുന്ന ബീഡ് സ്ട്രിങ് ആണ് ഈക്വൽ ടു കഴിഞ്ഞ് വെക്കേണ്ടത്. ക്ലിയർ ആയോ? വരുമ്പോ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം എന്ന് വിചാരിക്കണം. ഇത് ക്ലിയർ ആയോ? അഡീഷൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ബീഡ് സ്ട്രിങ്ങിന്റെ കൂടെ തന്നെ ഇതുപോലെ നമ്പേഴ്സ് അതിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാർഡ് ബോർഡിൽ ഒട്ടിക്കാനും മുകളിൽ സെലോ ടേപ്പ് ഒട്ടിക്കാനും പറഞ്ഞത്. ഇനി ഇത് തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ട് എഴുതിക്കുകയും വേണമെങ്കിൽ ചെയ്യാം. ഒരു ഇതുപോലെ തന്നെ നീളത്തില് പേപ്പർ കട്ട് ചെയ്ത് ബോർഡിൽ ഒട്ടിച്ചിട്ട് മുകളിൽ ചെറുതായിട്ട് മതിയോ? ചെറിയ സൈസ് മതിയോ? ചെറിയ സൈസല്ല, അത്യാവശ്യം വലുത് വേണം. വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാൻഡ് പേപ്പർ ചെയ്തില്ല, അത്രയും വലുപ്പമാണോ? ഇത്രയും വലുപ്പം വേണ്ട. നമ്മുടെ സ്കെയിലില്ലേ, നമ്മൾ സാധാരണ നമ്മൾ കുഞ്ഞ് സ്കെയിലില്ലേ നമ്മുടെ ബോക്സിൽ യൂസ് ചെയ്യുന്ന ആ സ്കെയിലിന്റെ ഒരു വീതി മതിയാകും. ഇരിക്കുന്നുണ്ടായിരുന്നു സ്കെയിലൊക്കെ കാണാൻ.
അത് 2 ഇഞ്ച് വീതി ടീച്ചർ ഒക്കെ അല്ലേ പറഞ്ഞാൽ വരും മതി, മിസ്സേ? മനസ്സിലാവും. നമ്മുടെ സാധാരണ സ്കെയിലിന്റെ ഒരു വീതി മതിയാവും. കാണുന്നില്ല സാധാരണ സ്കെയിലൊക്കെ അവിടെ നിറയുണ്ടായിരുന്നു. ഞാനിപ്പോ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം ഉണ്ടാവും. ഒരു 2 ഇഞ്ച് മതിയാകും തോന്നുന്നു അല്ലേ? 2 ഇഞ്ചൊക്കെ മതിയാവുമല്ലോ. നമ്മള് മാർജിൻ ഒക്കെ ഇടില്ലേ? നമ്മള് പണ്ടത്തെ മാത്സിനാണല്ലോ നമ്മൾ കൂടുതലും മാർജിൻ ഇടുന്നത്. ആ അല്ലെങ്കിൽ ആ നമ്മുടെ നോട്ട്ബുക്കിന്റെ മാർജിൻ ഉണ്ടല്ലോ, ഈ ഒരു മാർജിന്റെ വലിപ്പം ഇത്രയും ഒരു ഈ ഒരു സെഷൻ ഇല്ലേ, ഒരു സ്ക്വയർ പോലെ ഇതിങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ നമ്പർ എഴുതാൻ അത് മതി. ഈ നീളത്തിൽ 2+3 എന്ന് ഒരുമിച്ച് എഴുതാനാണെങ്കിൽ ഇത്രയെങ്കിലും വേണം. ഇവിടെ തുടങ്ങിയിട്ട് ഇത്രയെങ്കിലും വേണ്ടി വരും. അത് ഡിപ്പെൻഡ്സ്. കാരണം കുട്ടികൾക്ക് ഇച്ചിരി വലിപ്പത്തിൽ ഇത് നമ്പർ ഓരോ കാണും. നമ്പറും വേറെ ആയിട്ടല്ലേ ടീച്ചർ എഴുതുന്നത്? 1 2 3 4 ഒരൊറ്റ ഇതിലാണോ? ഞാൻ ആദ്യം പറഞ്ഞത് ഓരോ നമ്പേഴ്സും സെപ്പറേറ്റ് ആയിട്ട്. അതായത് ഈ ഒരു നിങ്ങൾക്ക് ഒരു കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. അതിൽ ഉള്ള കാർഡിന്റെ വലിപ്പം മതിയാകും. ഇത്രയും ഒരു സ്ക്വയർ, ഒരു 2x2 അത്രയും 2 സെന്റിമീറ്റർ കുറവായിരിക്കും. ഒരു 3 സെന്റിമീറ്റർ 3x3 എന്നുള്ള 3 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും വരുന്ന സ്ക്വയറിൽ ഒറ്റ ഡിജിറ്റ് ആണെങ്കിൽ അത് മതിയാകും. അതേസമയം നമ്മൾ ഈ രണ്ടും കൂടെ ഒറ്റ ഡിജിറ്റ് ആകുമ്പോഴേ അല്ലേ സുഖം ഉണ്ടാവുക. എന്നുവെച്ചാൽ 1 2 3 എഴുതുമ്പോ നമുക്ക് പ്ലസും ഈക്വലൊക്കെ വേറെ സെപ്പറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ജോയിൻ ചെയ്ത് വെപ്പിക്കുമ്പോ സുഖമായിരിക്കില്ലേ? ഒരു ഇതില് ഒരു സംഖ്യ മാത്രം എഴുതിയിട്ട് ഞാൻ വേറൊരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിൽ സ്ട്രിപ്പ് എടുക്കുക. കുറച്ചധികം നീളത്തില് സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ തന്നെ വൈറ്റ് ചാർട്ട് പേപ്പർ എടുത്തിട്ട് കാർഡ്ബോർഡിൽ ഒട്ടിച്ച് കറക്റ്റ് ആ നീളമാക്കിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഓൺ ദ സ്പോട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യില്ലേ. അപ്പൊ 2 + 3 = എന്നുള്ളത് അതിൽ തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ സാൻഡ് പേപ്പറിന്റെ സെലോ ടേപ്പിന്റെ മുകളിൽ എഴുതുന്നത്. എന്നിട്ട് നമ്മൾ ഒരു തുണി വെച്ച് അത് വൈപ്പ് ചെയ്യുക ഒരു കുട്ടി കഴിയുമ്പോൾ. അടുത്ത കുട്ടി വരുമ്പോൾ അടുത്ത നമ്പറാ പറയണെങ്കിൽ 5 + 4 ആണ് പറയുന്നതെന്ന് വിചാരിച്ചു. 5 + 4 കുട്ടിയെ തന്നെ എഴുതട്ടെ. 5 എഴുതാൻ അങ്ങനെ എഴുതുന്ന കുട്ടിയാണെങ്കിൽ, സിമ്പിൾസും അറിയാവുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് 5 + 4 ആഡ് ചെയ്യണമെന്ന് പറയുന്നു. സോ 5 + 4 ആഡ് ചെയ്ത് = ഇട്ടിട്ട് അതിനെ ബീഡ്സ് വെച്ചിട്ട് ഇത് നോക്കി ചെയ്ത് ആൻസർ = കഴിഞ്ഞിട്ട് എഴുതാൻ പറയാം. അത് ക്ലിയർ ആയോ? ഇത് മാച്ച് കളയാലോ. സെലോ ടേപ്പിന്റെ മുകളിലല്ലേ എഴുതുന്നത്. അത് നോർമൽ സ്കെച്ച് വെച്ചിട്ട് തന്നെയല്ലേ എഴുതുന്നത്? നോർമൽ സ്കെച്ച് സെലോ ടേപ്പിന്റെ മുകളിൽ എത്രത്തോളം ആവും എനിക്കറിയില്ല. ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ചെയ്ത് നോക്കൂ. അത് മതി, CD മാർക്ക് കൊണ്ട് എഴുതിയാൽ മതി. നമുക്ക് മാച്ച് കളഞ്ഞ അടുത്ത കുട്ടിക്ക് യൂസ് ചെയ്യാലോ. നല്ല ഈ സോക്സ് പോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മായ്ക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമുക്ക് ചെയ്യിക്കാം. ഈ നേരത്തെ പറഞ്ഞ നമ്പർ കാർഡ്സ് വെച്ചിട്ടും ചെയ്യിക്കാം. സിമ്പിൾസും നമ്പർ കാർഡ്സും യൂസ് ചെയ്ത് അങ്ങനെയും ചെയ്യിക്കാം. സാൻഡ് പേപ്പറിൽ 1 2 3 ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? എന്നാലും മതി. അത് വലുതല്ലേ, കുഴപ്പമില്ല. അതായാലും മതി. അതായാലും ചെയ്യിക്കാം. പിന്നെ കുറച്ച് 2 3 സെറ്റ്സ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം എന്ന് വെച്ചാലേ 3 + 3 അപ്പൊ നമുക്ക് 2 3 വേണം അല്ലേ? അങ്ങനെ വരുമ്പോ അപ്പൊ ഒറ്റ സെറ്റിൽ ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് 2 സെറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രീ നമ്പർ ആഡ് ചെയ്യുമ്പോഴതും നമുക്ക് ചെയ്യിക്കാലോ. പിന്നെ 0 എന്നുള്ള നമ്പറും കൂടെ നമ്പർ ആക്കി വെച്ചോളൂ. 10 എന്നുള്ള ഓപ്ഷൻ വരുവാണെങ്കിൽ. മോണ്ടിസോറി സ്കൂളിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിലും മക്കൾക്കൊക്കെ പരീക്ഷ നോക്കാൻ പറ്റും അല്ലേ? അതെ. മോണ്ടിസോറി സ്കൂളിൽ ഇതിന്റെ എല്ലാം നല്ല വേർഷൻസ് ആയിരിക്കുമല്ലോ. നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയൽ കൊണ്ടുപോകണം. നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ അതില്ലാത്ത സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കും. ഇതാ വരുന്നത്. പിന്നെ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ബീഡ് സ്ട്രിങ് വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡിവിഷനും സബ്ട്രാക്ഷനും നമുക്കിതിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ബീഡ്സ് വെച്ച് നമുക്ക് ചെയ്യാം. 2 × 3 2 ടൈംസ് നമ്മൾ 3 സ്ട്രിങ് വരുന്ന ബീഡ് എടുക്കുക. 2 പ്രാവശ്യം 3 സ്ട്രിങ്ങിന്റെ ബീഡ് 2 × 3 എന്ന് വരും. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് = എത്രയാ വരുന്നതെന്ന് കൗണ്ട് ചെയ്യാം. നമ്മൾ 2 പ്രാവശ്യം 3 എന്നുള്ള സ്ട്രിങ് വെച്ചു. കൗണ്ട് ചെയ്തപ്പോൾ 6 ബീഡ് ടോട്ടൽ വന്നു. സോ 6 എന്നുള്ള സ്ട്രിങ് ആണ് ആൻസർ ആയിട്ട് = അവിടെ വെക്കേണ്ടത്. പിന്നെ 10ന്റെ പവേഴ്സ്
10ന്റെ സ്ട്രിങ് ഉണ്ട്, 10⁻1 10ന്റെ സ്ട്രിങ് ഒരെണ്ണം വെച്ചു, അതൊരെണ്ണം വെച്ചപ്പോഴേക്കും ഒരു 10 ആയി അല്ലെ. ഇനി 10 അതുപോലെ തന്നെ 2 എണ്ണം ആവുമ്പോ 20, 10 3 എണ്ണം ആവുമ്പോ 30, അങ്ങനെ വന്നു. ഇനി 10 10 എണ്ണം ആവുമ്പോ നമുക്ക് 100 ആയി. ഒരു അതിന് ഇങ്ങനെ ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാല് ഒരു സ്ക്വയർ പോലെയായി. ഇങ്ങനെയുള്ള അതിപ്പോ 10 എണ്ണം നമ്മളിങ്ങനെ നിരത്തി വെച്ചു, പാ ഇങ്ങനെ പിന്നുന്ന പോലെ നമ്മളിങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചുവല്ലോ 10 എണ്ണം, അപ്പൊ 100 ആയി. അതുപോലെ തന്നെ ഒരു 10 എണ്ണം കൂടെ സ്റ്റാക്ക് ചെയ്യുമ്പോൾ 200 ആയി. ഒരെണ്ണൂടെ ആകുമ്പോൾ തേർഡ് വൺ ആകുമ്പോൾ 300 ആയി. അങ്ങനെ നമ്മൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കതൊരു വലിയ ക്യൂബ് ആവും, 1000 ആവും. അങ്ങനെ 10 എണ്ണം സ്റ്റാക്ക് ചെയ്ത് വരുവാണെങ്കിൽ ബാക്ക് ടു ബാക്ക്, അപ്പൊ അങ്ങനെ 1000ന്റെ ഒരു ക്യൂബായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. ഇത് തന്നെ പിരമിഡും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ബീഡ് സ്റ്റെയർ ഉണ്ട്, 1 തുടങ്ങി 10 വരെ ഒരു ട്രയാങ്കിൾ ബോർഡിൽ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം ബീഡ് സ്റ്റെയർ. ഈ ബീഡ് സ്റ്റെയർ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് പിരമിഡ് അറിയാം, പിരമിഡിന്റെ ബേസ് എന്താണ്, എന്ത് ഷേപ്പ്? ഈജിപ്ഷ്യൻ പിരമിഡിലോ സ്ക്വയർ അല്ലെ, ആ ഒരു സ്ക്വയർ പോലെ വരും. സ്ക്വയർ ആണെങ്കിൽ എത്ര ഫേസ് ഉണ്ട്? ഈ സ്ക്വയറുമായിട്ട് ജോയിൻ ആവാൻ മുകളിലൊരു ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ സ്ക്വയർ 4 ഇങ്ങനത്തെ വരും അല്ലെ. ബോട്ടം ഫേസ് ഒരെണ്ണം, അത് കൂടാതെ ഇങ്ങനെ സൈഡില് എന്താ പറയുന്നത് ലാറ്ററൽ ഫേസസോ, അങ്ങനെ 4 ഫേസസ് വരും ട്രയാങ്കിൾ ഷേപ്പില്. ഈ 4 ട്രയാങ്കിൾസിൽ 1 2 3 4 5 അങ്ങനെ താഴെ വരെ 10s വരുന്ന ബീഡ് സ്ട്രിങ് ആണെങ്കിലോ, ഏറ്റവും മുകളിൽ ഒരെണ്ണം ഉള്ള ബീഡ്, പിന്നെ രണ്ടാമത്തെ ബീഡ്, മൂന്നാമത്തെ ബീഡ്, അങ്ങനെ 10 എണ്ണം ഒരു ഫേസില്. അതുപോലെ 4 ഫേസിലും 10 എണ്ണം വെച്ച് കഴിയുമ്പോഴേക്കും ബീഡ് പിരമിഡായി അല്ലെ. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? ബീഡ് പിരമിഡ് ആണത്. 4 ഫേസില് ഇങ്ങനെ ഓരോ ബീഡ് സ്റ്റെയർ നമ്മൾ വെച്ചു എന്ന് വിചാരിച്ചാൽ മതി. 1 തുടങ്ങി താഴേക്ക് 10 വരെ ഓരോ ബീഡ് സ്റ്റെയർ വെച്ച് കഴിഞ്ഞാൽ ബീഡ് പിരമിഡായി. നിങ്ങൾ അത് സെർച്ച് ചെയ്താൽ അതിന്റെ പിക്ചർ കിട്ടും. ഞാൻ എന്റെ റെക്കോർഡിൽ അതിന്റെ പിക്ചർ പൊട്ടിച്ചിട്ടുണ്ട് ബീഡ് പിരമിഡിന്റെ ഒക്കെ. അപ്പൊ ബീഡ്സ് വെച്ച് അങ്ങനെ പല ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് പിന്നെ ഫിക്സ്ഡ് ആണ്, അനങ്ങില്ല, അങ്ങനെ ഒരു കട്ടിയായിട്ടിരിക്കും ബീഡ് പിരമിഡ്, ലൂസ്ലി അല്ല. നമുക്ക് കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അത് ജോയിൻ ചെയ്ത് പോയിരിക്കുക, അല്ലെങ്കിൽ അത് ഇളകി പോരുമല്ലോ, അതുകൊണ്ട് ഫുള്ളി ജോയിൻഡാ. അതുപോലെ തന്നെ ബീഡ് കൊണ്ടുള്ള ക്യൂബ് 1000 വരുന്നത് പറഞ്ഞില്ലേ, 10 എണ്ണം ഒരു ലെയർ, അതിന്റെ ബാക്കിൽ 10, അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് 10 ലെയർ നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതൊരു ക്യൂബായിട്ട് മാറും. ടോട്ടൽ ബീഡ്സ് അതിൽ 1000 ആണ്. ഫസ്റ്റ് ലെയറിൽ എത്ര വന്നു? 100 വന്നു. 10 എണ്ണം അല്ലെ, 10ന്റെ സ്ട്രിങ്സ് 10 എണ്ണം. അടുത്ത ലെയറിലും 10, അങ്ങനെ 10 ലെയർ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിനൊരു ക്യൂബിന്റെ ഷേപ്പ് വരും. ടോട്ടൽ ബീഡ്സ് അതിൽ 1000 ആണ്. അങ്ങനെ ബീഡ് കൊണ്ട് പല കാര്യങ്ങളും, അങ്ങനെ ബീഡ് കൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാം, ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് ബീഡ് സ്ട്രിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റ്. ഗോൾഡൻ ബീഡാണ് മറിയ മോണ്ടിസോറി ഭയങ്കര ആൾക്ക് ഇഷ്ടമുള്ളൊരു കളറ്. ഗോൾഡൻ ബീഡ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. മോണ്ടിസോറിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്നത്. ത്രൂ ബോർഡ്സ് ആണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എല്ലാ ബോർഡും അവൈലബിൾ ആണ്, എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്റെ ബോർഡും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഏരിയ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് പ്രാക്ടിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ. നെക്സ്റ്റ് വരുന്നത് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. ഇതിൽ നമ്മൾ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മോണ്ടിസോറി സ്കൂളുകളിൽ എൻവയോൺമെന്റിൽ ചിലപ്പോഴും സോളാർ സിസ്റ്റത്തിന്റെ മോഡൽസ് ഒക്കെ കാണും, അല്ലെങ്കിൽ അതിന്റെ പിക്ചേഴ്സ് കാണും, ഗ്ലോബ് ഉണ്ടാവും, മാപ്പ്, അറ്റ്ലസ്, എൻസൈക്ലോപീഡിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബുക്സ് ഉണ്ടാകും. പിന്നെ എന്താ മ്യൂസിക് ഏരിയ ഉണ്ടാവും, ഡാൻസ് ഏരിയ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ ഗാർഡൻ ഉണ്ടാകും, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാകും, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളാണ് സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഒരു
പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത്. അതിൽ കാണിച്ചിട്ടുള്ള പല ഡെമോയും നമ്മൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വെള്ളം ഒഴിക്കുന്നതും വെള്ളം സ്പിൽ ഔട്ട് ആവുമ്പോൾ കുട്ടി അത് മോപ്പ് ചെയ്ത് നോക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ഇത്രയും തിയറി നമ്മുടെ പ്രാക്ടിക്കൽസ് ബുക്കിലേക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ടല്ലോ, ലാസ്റ്റ് അപ്പാരറ്റസ് റെക്കോർഡ്, അതിലേക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. വളരെ ബ്രീഫ് ആയിട്ടാണ് അതിന്റെ ഓരോന്നിനെ കുറിച്ചുള്ള നോട്ട്സ് തന്നേക്കുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ അതിന്റെ നോട്ട്സ് PDF ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഡിഫറെന്റ് ഷേപ്സ്, ട്രയാങ്കിൾസ്, ഡിഫറെന്റ് ജോമെട്രിക്കൽ ഷേപ്സ് അതെല്ലാം വരുന്നുണ്ട്. കുട്ടികളെ പൊതുവെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരത് റിലേറ്റ് ചെയ്യും എൻവയോൺമെന്റുമായിട്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ഷേപ്പ് കാണുമ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ, ഇപ്പൊ ഓവോയിഡ് ഉണ്ട്, എഗ്ഗിന്റെ ഷേപ്പ് വരുന്ന ഓവൽ ഷേപ്പിൽ വരുന്നതിന്റെ 3D ആണ് ഓവോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. എഗ്ഗ് മാത്രമായിരിക്കില്ല അവര് കണ്ടിട്ടുള്ള ഷേപ്പ്, ലിസ്റ്റായിരിക്കും അവരുടെ ഉള്ളത് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ എലിപ്സോയിഡ് ഉണ്ട്. എലിപ്സോയിഡ് കണ്ടു കഴിഞ്ഞാൽ ചില കുട്ടികൾ പറയും എന്റെ വീട്ടിലെ എഗ്ഗ് ഇങ്ങനെയായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എലിപ്സോയിഡിന്റെ ഒരു പ്രത്യേകത, രണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഒരേപോലെ ഇരിക്കും സൈസ്. അതേസമയം ഓവോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇത്തിരി ഷാർപ്പൻ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന എഗ്ഗ് അങ്ങനെയാണല്ലോ, ഒരു പോർഷൻ ഇത്തിരി ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് മുകളിലേക്ക് വരുന്ന ഒരു പോർഷൻ ഇങ്ങനെ ഇച്ചിരി ഷാർപ്പൻ ആയിട്ടിരിക്കും. ആണ് ഓവോയിഡും എലിപ്സോയിഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ഷേപ്സ് ഉണ്ട്. ഈ ഷേപ്പ് അവര് കമ്പയർ ചെയ്യുന്നു പലതുമായിട്ട്, അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ അവർ കാണുന്ന പലതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുട്ടികളെ ഒരു ഷേപ്പ് കാണിച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ കണ്ടിട്ടുണ്ടോ, എവിടെയാ കണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക, എന്താ കണ്ടിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുണ്ടാവും. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ചുറ്റുമുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻവയോൺമെന്റിലെ പല കാര്യങ്ങളും. ഓക്കെ, സോ മൊഡ്യൂൾ 3 ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു, ഷെയർ ചെയ്യുന്നില്ല. ഇങ്ങനെ ഇതാണ് 5 ഏരിയയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കൂടുതലായിട്ടൊന്നും ഇതിനകത്ത് പറയാനില്ല. പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ, ഓരോ വർഷം കഴിയും തോറും അപ്പാരറ്റസും പലതും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഓരോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഏത് ഏജ് ആണെന്നും നമ്മുടെ മോഡ്യൂൾ 3 പറഞ്ഞിട്ടുണ്ട്. ഏത് ഏജിലുള്ള, നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പൊ ടോയ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഏത് ഏജിലുള്ള കുട്ടികൾക്കാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് പ്രസന്റ് ചെയ്യുന്ന രീതി, പിന്നെ ഇതിൽ നിന്നും കുട്ടികൾക്ക് എന്താണ് കിട്ടുന്ന, എന്താണ് അവരുടെ ലെസൺ, അവർക്ക് കിട്ടുന്ന ഒരു ലെസൺ എന്താണ്, പിന്നെ ഇതിലെ കൺട്രോൾ ഓഫ് എറർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് പലരും റെക്കോർഡ് ചെയ്തിപ്പോ ഒത്തിരി ഡൗട്ട് ചോദിച്ചതായിരുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, അതിനകത്ത് ഒരു ബേസിക് ആയിട്ട് 5 ട്രയാങ്കിളിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ നമ്മുടെ ട്രയാങ്കിളിന്റെ ഡ്രോയറിലുള്ളത് മെറ്റൽ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞിട്ട് ആ ഡ്രോയറിലുള്ളത് 6 ഷേപ്പ് എന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് 6 ഷേപ്സ് ഉണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച ട്രയാങ്കിളിന്റെ പേരാണ് 5 കൊടുത്തത്. വേണമെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വയ്ക്കോ ഒന്നും ചെയ്യും. ഫോണറ്റിക്സ് നല്ലപോലെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം പലപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ് ഒക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയി മാറും. കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളൊരു ഡെമോ കുട്ടിക്ക് കൊടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് അതെന്തിനെ കുറിച്ചാണോ പറയേണ്ടത് അത് മാത്രം പറയുക. കുട്ടികൾ അത്രയ്ക്ക് വലിയ അറ്റൻഷൻ സ്പാൻ ഒന്നും കാണിക്കില്ല. കുറേ നമ്മൾ സംസാരിക്കണത് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ശ്രദ്ധിക്കില്ല. സോ അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ കുട്ടികൾ പോയി മെറ്റീരിയൽസ് ഷെൽഫിൽ നിന്ന് എടുക്കുന്നത് തുടങ്ങി അവർ മാറ്റ് കൊണ്ടുവന്ന് വെച്ച് അതിൽ വെച്ച് ചെയ്യുന്നതെല്ലാം ഇവരുടെ ഓരോ ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അവർ എണീറ്റ് പോയി അതെടുത്ത് മാറ്റ് കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. മൊഡ്യൂൾ 3 നല്ലപോലെ വായിക്കുക. സമയം കിട്ടുമ്പോഴട്ടോ, ഇപ്പൊ എക്സാമിന് മുമ്പ് ഓടി നടന്ന് വായിക്കേണ്ട. എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി. വേറൊന്നിനും നമ്മൾ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ്. കുറെ മെറ്റീരിയൽസ് പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാനായിട്ട് പറ്റും.
അതും കൂടി ഉദ്ദേശിക്കാം. പിന്നെ ഏതിലെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? വൈവ എന്നായിരിക്കും? വൈവ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഉടനെ വൈവ തുടങ്ങാം. നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് വരുമ്പോൾ നേരിട്ട് വൈവ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അതിനുള്ള പ്ലാറ്റ്ഫോം അത് എന്തായാലും നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് തരും. വൈവ സമയത്ത് ചെയ്ത മെറ്റീരിയൽസ് ഒന്നും പ്രാക്ടിക്കലിന് വരുന്നുണ്ടല്ലോ, ആ സമയത്ത് ക്യാരി ചെയ്ത് കൊണ്ടുവരണ്ട, കാരണം അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ വൈവ പ്രാക്ടിക്കലിന്റെ അന്ന് വരുന്ന ദിവസം തന്നെ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ട് വരുവാണെങ്കിൽ അന്ന് റിപ്പോർട്ട് ബുക്ക്, അസൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റില്ലേ, അതങ്ങനെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് സൈനും സീലും വെച്ച് പോവുകയോ ചെയ്യാം. പ്രാക്ടിക്കൽ കഴിയുമ്പോൾ നമ്മൾ വൈവയുടെ സ്ലോട്ട് ഇട്ട് തുടങ്ങും. അപ്പൊ ട്രൈ ടു ജോയിൻ, കാരണം ആ സമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഒട്ടും പറ്റാത്തൊരു ജെന്യുവിൻ റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് മാറ്റി തരുള്ളൂ. ആ ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാം. കാരണം അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യാം. അതിന് പകരം സ്ലോട്ട് ഇടാത്ത ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ടൈമിൽ ജോയിൻ ചെയ്യാം. ആ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അധികം ഡിലേ ഇല്ലാതെ നിങ്ങളുടെ കോൺവൊക്കേഷനും സർട്ടിഫിക്കറ്റ് സെറമണി ഹാൻഡ് ഓവറും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. വൈവ അറ്റൻഡ് ചെയ്യുന്നത് ലേറ്റ് ആയാൽ അത് ഡിലേ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എക്സാമിന് മുന്നേ ആയിരിക്കോ വൈവ? എക്സാമിന് മുന്നേ നമുക്ക് അതിന് പറ്റിയ ഡേറ്റ് കിട്ടുവാണെങ്കിൽ ചെയ്യാം. 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും എക്സാം കഴിഞ്ഞിട്ട് വെക്കാവോ മിസ്സേ? എക്സാമിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് മതി. 23-ാം തീയതി വരെ എക്സാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പാടാകും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ എക്സാം ഡേറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. എക്സാം നമുക്ക് 16th സ്റ്റാർട്ട് ചെയ്യും അല്ലേ? 23rd കഴിയും. പിന്നെ പി ജിക്കാർക്ക് അതിനുശേഷമുണ്ട് പി ജിയുടെ ടോപ്പിക്സും കഴിയണമല്ലോ. നിങ്ങൾ പറയുന്നത് മെയ് ലാസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട്, ജൂലൈ ലാസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് വൈവ മതിയാണോ? ഓക്കെ. ഇന്നിപ്പോ 10ാം തീയതി ആയി. അപ്പൊ പിന്നെ എന്തായാലും ഇനി എക്സാം കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ. 12ാം തീയതി പ്രാക്ടിക്കൽ. എക്സാം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞേക്കാം. ഓക്കെ മിസ്, താങ്ക് യു. എന്തോ ഇന്റർഷിപ്പിന് പോണ കാര്യം ഞാൻ ചോദിച്ചായിരുന്നു മിസ്സിനോട്. അപ്പൊ അത് ഇപ്പൊ എക്സാം തുടങ്ങാനായിരുന്നു ഉദ്ദേശിച്ചത്. 15ാം തീയതി പോവാൻ വിചാരിച്ചേ, ജൂലൈ. ആണെങ്കിൽ ചെയ്യാൻ എക്സാം വരുന്നത് കൊണ്ടേ അപ്പൊ എക്സാമും അതുകൂടി പഠിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഓഗസ്റ്റിൽ ചെയ്താൽ മതിയോ? ഓഗസ്റ്റ് 1 മുതൽ ചെയ്താൽ മതിയോ? അവരോട് പറഞ്ഞു. പോയിട്ട് അങ്ങനെ പറ്റുമെങ്കിൽ അവർ ഓക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അടുത്ത സെപ്റ്റംബറിനാണല്ലോ ഓണം വരുന്നത്. അപ്പൊ വലിയ ബ്രേക്ക് വരില്ല. 10 ദിവസത്തെ അവധി എങ്ങാനും വന്ന് ബ്രേക്ക് ആയി പോയെന്ന് വെച്ചിട്ടാണ് ചോദിച്ചത്. അല്ല, ആഗസ്റ്റ് ആദ്യം കയറും. ഓക്കെ. അപ്പൊ പ്രോബ്ലം ഇല്ലല്ലോ. സർട്ടിഫിക്കറ്റ് ആവുന്നതിന് മുമ്പ് മതി. ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് എന്നാ മാം? 12ാം തീയതി പറഞ്ഞില്ല? ഓൺലൈൻ കഴിഞ്ഞല്ലോ. ഓൺലൈൻ കഴിഞ്ഞില്ലേ? പ്രാക്ടിക്കൽ സെഷൻ എല്ലാം കഴിഞ്ഞല്ലോ. കഴിഞ്ഞു മിസ്. കഴിഞ്ഞില്ലേ? 2 ബാച്ചിന്റെയും ഒരുമിച്ചായിരുന്നില്ലേ? 6 and 7 കഴിഞ്ഞു മിസ്. തിയറിയുടെ ആണ് ഞാൻ ഈ ക്ലാസ്സും കഴിഞ്ഞൊരു ക്ലാസ്സും ഞാൻ ചെയ്തത്. ഓൺലൈനിലെല്ലാം കഴിഞ്ഞ് റെക്കോർഡ് വീഡിയോ ഉണ്ടാവും. ഓക്കെ. അപ്പൊ 12ാം തീയതി നമുക്ക് കാണാം. അന്ന് വൈവയ്ക്ക് റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്തു പോകും. അതങ്ങ് കഴിയുമല്ലോ. മിസ്, അന്ന് എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് ചാൻസ് ഉണ്ടോ? പിന്നെ ഏത് എക്സാമാ? മെയിൻ എക്സാം എഴുതുന്നില്ലേ? അത് എന്റെ അമ്മമ്മ മരിച്ചായിരുന്നു. അപ്പൊ ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഉള്ളത്.
നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ 8th ബാച്ച് വരും. അവർക്ക് ഇനിയും ടൈം എടുക്കും. അവിടെ ഇരുന്ന ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, എഴുതാൻ പറ്റണേ. അതല്ല, അന്ന് ജൂലൈ 5-നാണ് മരിച്ചത്. അപ്പൊ 12ാമത്തെ ദിവസം ചടങ്ങുണ്ട്. അപ്പൊ നൈറ്റ് ആണ് ചടങ്ങ്. അപ്പൊ ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ 12ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ 17-ാം തീയതി ആണോ? 16-ാം തീയതി വരുക. നൈറ്റാ വരുക പരിപാടി. 7:30-ക്കാണ് നമ്മുടെ എക്സാം. ഞാൻ നോക്കിയിട്ട് ചെയ്യാം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട്. അതൊന്ന് നോക്കൂ. ഒരു എക്സാം നമ്മൾ അങ്ങനെ മാറ്റണ്ടല്ലോ. പിന്നെ കാരണം 8th ബാച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒക്ടോബർ ഒക്കെ ആവും. ഓക്കെ. അപ്പൊ ഇത് എക്സാമിന്റെ ഡേറ്റ് 23 കഴിയും. PG അതിനൊപ്പം തന്നെ പാരലായിട്ട് കഴിഞ്ഞ് വേഗം തന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ ആ 3 ദിവസം, ആ ബുധൻ വ്യാഴം വെള്ളി വരുന്ന PG ഡേ മാത്രമാണ് PG-ക്കാർക്ക് PG-യുടെ ക്ലാസ് ഇല്ലാതെ ഉള്ളൂ കേട്ടോ. ബാക്കി ദിവസങ്ങളിലെല്ലാം PG-യുടെ ക്ലാസ് ഉണ്ടാവും. മിസ് ഒരു സംശയം കൂടെ. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ഇപ്പൊ 10 ദിവസം ആയുള്ളൂ. അന്നേരം ഈ അവധിയെല്ലാം വന്നപ്പോ എക്സാമും ആയി. അപ്പൊ എനിക്ക് 10 ദിവസം കൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ എന്ന്. 10 to 15 ഡേയ്സ് മതി. ഓക്കെ. മാക്സിമം ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ലായിരുന്നു. പ്രശ്നമില്ല. ഓക്കെ. സോ ഇതാണ് കാര്യങ്ങൾ. അപ്പം വരുന്ന അന്ന് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അന്ന് തന്നെ. ഇറ്റ്സ് വെരി സിമ്പിൾ. 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ആ പ്രാക്ടിക്കൽ സെഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത വർക്കുകളെ കുറിച്ച് ചോദിക്കും. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയും. പിന്നെ പോകാത്തവരോട് ചെറിയ രീതിയിൽ ഒന്ന് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് വെർച്വലി ഒന്ന് ചെയ്യിപ്പിക്കും. പിന്നെ റിപ്പോർട്ട് സർവേ ഒക്കെ ചെയ്തില്ലേ, അതിന്റെ എക്സ്പീരിയൻസും അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. പിന്നെ നമ്മൾ ചെയ്ത പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടല്ലോ, ഓൺലൈനായിട്ടും കഴിഞ്ഞു, അന്നത്തെ ദിവസം ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ മെറ്റീരിയൽസിനെ പറ്റി, ഏതെങ്കിലും മെറ്റീരിയൽസിനെ പറ്റി ചോദിക്കാം. ഇത്രയൊക്കെയാണ് വൈവയിൽ വരുന്നത്. സോ അതുകൊണ്ട് അന്ന് വരുന്ന ദിവസം വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുറെ പേരുടെ അന്ന് കഴിഞ്ഞു പോയാൽ അന്ന് എടുക്കാൻ പറ്റാത്തവരുടെ സ്ലോട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പരീക്ഷയൊക്കെ കഴിയുമ്പോഴേക്കും മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. എനി ഡൗട്ട്സ് റിഗാർഡിങ് എനിത്തിങ്? ഈ റെക്കോർഡ് കംപ്ലീറ്റ് ആവാത്തത് ഉണ്ടെങ്കിൽ ഇപ്പൊ 5ാമത്തെ റെക്കോർഡൊക്കെ എഴുതിയും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനി കംപ്ലീറ്റ് ആക്കണം എങ്ങനെയെങ്കിലും. അപ്പൊ നമുക്ക് ഈ ഫുള്ള് 5 റെക്കോർഡും അന്ന് തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമുണ്ടോ? കഴിയാത്തതാണ്. വൈവ അറ്റൻഡ് ചെയ്യുന്നവരുടെ കംപ്ലീറ്റ് ആണെങ്കിൽ അന്നത്തെ ദിവസം വൈവ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം വൈവ അറ്റൻഡ് ചെയ്യുന്നതാണ്. പിന്നെ സൈനും സീനും ചെയ്യണമെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു എക്സ്ക്യൂസ് കൊടുക്കുന്നത് പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കാനുണ്ടെങ്കിൽ മാത്രം കുഴപ്പമില്ല. പിക്ചേഴ്സ് പിന്നെ ഒട്ടിച്ചോളൂല്ലോ. എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ സൈൻ കൊടുക്കാറുണ്ട്. 5th റെക്കോർഡാണ് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയെങ്കിലും കോപ്പി ചെയ്താൽ മതിയല്ലോ. ജസ്റ്റ് കോപ്പി പിക്ചേഴ്സ് ഒട്ടിക്കാനുള്ളതല്ലേ. പിക്ചേഴ്സ് കളക്ട് ചെയ്യുന്നതിൽ ഒരു ഡിലേ മാത്രമേ അതിൽ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ടീച്ചറെ, അപ്പൊ നമ്മൾ ചെയ്ത അസൈൻമെന്റ്സ് ഒക്കെ കൊണ്ടുവരണം. അതിന്റെ മാർക്കൊക്കെ വന്നതല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്ത അസൈൻമെന്റ്സ്? അതിലൊരു സൈൻ വേണം, സീൽ വേണമെങ്കിൽ കൊണ്ടുവരാം. ഓൺലൈൻ റെക്കോർഡഡ് ആണ് റസീന. പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ റെക്കോർഡഡ് ആണ്. പിന്നെ വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാം നല്ല രീതിയിൽ വീഡിയോ എടുത്ത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുവാണെങ്കിൽ, പേഴ്സണൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുവാണെങ്കിൽ വരാത്തവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്നത് കുറെ കൂടെ ക്ലാരിറ്റിയിൽ നമ്മൾ ചെയ്യുമല്ലോ. കാണിച്ചു തരുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇങ്ങനെ ഇതാക്കുന്നതിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ ചെയ്യുക, വീഡിയോ എടുക്കുക, അവർക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ചെറിയൊരു പ്ലാൻ വേറെ ഉണ്ട്. നമ്മൾ കുട്ടികളെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിക്കുന്നുണ്ട്. ഒരു വീഡിയോ ഷൂട്ട് പോലെ ചെയ്യുന്നുണ്ട്, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ട്. ചെറിയ കുട്ടികളെ കൊണ്ട് ഞങ്ങളത് വീഡിയോ ആക്കുന്നുണ്ട്. അത് എന്നിട്ട് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാനൊരു പ്ലാൻ, അതിന്റെ ഒരു പ്രോസസ്സിലാണ്. അപ്പൊ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അവരുടെ കൺട്രോൾ ഓഫ് എറർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവർ ചിലപ്പോൾ തെറ്റി വെക്കും, പിന്നെ അവർ വീണ്ടും അത് ശരിയാക്കണതൊക്കെ
അങ്ങനെ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, എനിത്തിങ് എൽസ്? മിസ് ക്ലാസ് തീർന്നോ? ഇനി പി ജി ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ? ഇനി പി ജി ക്ലാസ് ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് ലാസ്റ്റ് ഓൺലൈൻ തിയറി ക്ലാസ്. ഓക്കെ. ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്. റിലാക്സ് ചെയ്ത് ഇച്ചിരി മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് എല്ലാം ചെയ്യുക. ധൃതി പിടിച്ചൊന്നും പെൻഡിങ് വർക്ക്സ് ഉണ്ടെങ്കിൽ ധൃതി പിടിച്ച് ചെയ്താൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആവും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ നോക്കി വെച്ച് ചെയ്യുക. സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു ചെയ്യാൻ പറ്റാത്തവരൊരു അറ്റ്ലീസ്റ്റ് ഒരു 5 എങ്കിലും ഇപ്പോൾ ചെയ്ത് വെക്കുക അറ്റ് ദ ടൈം ഓഫ് 5. അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്സ് അതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതൊക്കെ ചെയ്യാം. പിന്നെ മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്തതാണ്, നമുക്ക് ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ പിങ്ക് ടവറിന്റെ ഒക്കെ നിങ്ങൾ റിപ്ലിക്കല്ല ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടും സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, ഈ വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഡ്രസ്സിംഗ് ഫ്രെയിം ഒക്കെ ചെയ്തവരുണ്ട്. പിന്നെ സർവേ ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് സർവേ റിപ്പോർട്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഡേറ്റ കളക്ട് ചെയ്ത് വെക്കുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ ആ സർവേയെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം കുട്ടികളെ കെയർ ചെയ്യുന്നത് മറ്റു പാരന്റ്സ്. സ്വന്തം നമുക്കും കുട്ടികളുണ്ട്, നമ്മളെങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, സെൽഫ് അനാലിസിസ് അതൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും. ഓക്കെ, ചെയ്തവർക്ക് അതിനനുസരിച്ച് മാർക്ക് പോവും, ചെയ്യാത്തവർ അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ ഓക്കെ, ദെൻ സാറ്റർഡേ കാണാം. ബൈ. Thank you, miss. Thank you, miss. Thank you, miss. Thank you, miss. Thank you, ma'am. Thank you, miss. Thank you, miss. Thank you, miss. മിസ് റിവിഷൻ ക്ലാസ് ഉണ്ടോ? അത് പറയാൻ വിട്ടുപോയല്ലോ. സാധാരണ മെയിൻ എക്സാമിന് മുമ്പ് ഞാനൊരു റിവിഷൻ തരാറുണ്ട്. ആ ഒരു ക്ലാസ് വരും കേട്ടോ, ഒരു 1.5 hours ഒരു ക്ലാസ്. ഡൗട്ട്സ് ഒക്കെ മോഡ്യൂൾ 1ന്റെ ഒരു റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും, അത് തരാം. അത് ഈ വീക്ക് ഒന്ന് പ്രാക്ടിക്കൽ സെഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ മിസ്. Okay, miss.